വെറും 2 റൺസ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഉന്നത ശ്രേണിയിലേക്ക് കേരളത്തിന്റെ പേരടയാളപ്പെടുത്തിയത് വെറും 2 റൺസിനാണ്. ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്നതോടെ ചർച്ചയാകുന്നത് 2 റൺസിന് കേരളം നേടിയ ഇന്നിംഗ്സ് ലീഡാണ്. ഇത്തവണ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ കേരളം 1 റൺസിനാണ് ജമ്മു കാശ്മീരിനെ മറികടന്ന് അവസാന 4-ൽ ഇടം നേടിയത്. ഇപ്പോഴിതാ സെമിയിൽ ഗുജറാത്തിനെ അവരുടെ തട്ടകത്തിൽ മറികടന്നതാകട്ടെ 2 റൺസിന്. സമനില ഉറപ്പായ സെമി ഫൈനൽ പോരാട്ടത്തിൽ കേരളത്തിന് ഫൈനലിലേക്ക് മുന്നേറാൻ ആദ്യ ഇന്നിംഗ്സ് ലീഡാണ് വേണ്ടിയിരുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ കേരളം 457 റൺസാണ് നേടിയത്. എന്നാൽ ശക്തമായി തിരിച്ചടിച്ച ഗുജറാത്ത് ഒരു ഘട്ടത്തിൽ അനായാസം ലീഡ് നേടുമെന്ന് തോന്നിപ്പിച്ചു. 3-ാം ദിനത്തിൽ കളി നിർത്തുമ്പോൾ 222 എന്ന ശക്തമായ നിലയിലായിരുന്നു ഗുജറാത്ത്. 4-ാം ദിനത്തിൽ കേരളം മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. ഗുജറാത്തിന്റെ 5 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും കളി അവസാനിക്കുമ്പോൾ 7-ന് 429 റൺസ് എന്ന നിലയിലായിരുന്നു അവർ. അപ്പോഴും 74 റൺസോടെ ജയ്മീത് പട്ടേൽ ക്രീസിലുള്ളത് ഗുജറാത്തിന് പ്രതീക്ഷയേകിയിരുന്നു. അനിവാര്യമായ ഇന്നിംഗ്സ് ലീഡും ഫൈനൽ പ്രവേശനവും ഉറപ്പാക്കാൻ ഗുജറാത്തിന് വേണ്ടിയിരുന്നത് വെറും 29 റൺസായിരുന്നു. എന്നാൽ സർവാദെ രക്ഷകന്റെ റോളിൽ എത്തിയതോടെ ജയ്മീത് പട്ടേൽ പുറത്തായി. സിദ്ധാർത്ഥ് ദേശായിയെ കൂടി വിക്കറ്റിന് മുന്നിൽ കുടുക്കിയതോടെ കേരളത്തിന് പ്രതീക്ഷ വർദ്ധിച്ചു. എന്നാൽ 10-ാം വിക്കറ്റിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് വന്നതോടെ കേരള ക്യാമ്പിൽ ആശങ്ക വർദ്ധിച്ചു. സ്പിന്നിന് അനുകൂലമായി മാറിയ വിക്കറ്റിൽ സക്സേനയും സർവാദയും മാറി മാറി പരീക്ഷിച്ചു. ഒടുവിൽ കാത്തിരുന്ന വിക്കറ്റ് വന്നു. 48 പന്ത് നേരിട്ട് 10 റൺസ് എടുത്തു നിന്ന് അർസാൻ നാഗ്വാസ്വാലയെ സർവാദി തന്നെ പുറത്താക്കി. ഇതോടെയാണ് കേരളത്തിന് 2 റൺസിന്റെ ഇന്നിംഗ്സ് ലീഡ് ലഭിച്ചത്.